കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. ഒരിടത്ത് KC, ഒരിടത്ത് രമേശ് ചെന്നിത്തല, ഒരിടത്ത് VD സതീശൻ. പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിയുടെ കെട്ടുറപ്പിനെയും നിലവിലുള്ള ഐക്യത്തെയും തകർക്കുമെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെന്നും നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തി ആരെയും മുഖ്യമന്ത്രിയാക്കേണ്ടതില്ലെന്നും ഹൈക്കമാൻഡ്. അതിരുവിട്ടാൽ പരസ്യ പ്രതികരണങ്ങൾ ഹൈക്കമാൻഡ് വിലക്കിയേക്കും. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനത്തിന് 20 നാൾ ബാക്കി നിൽക്കെയാണ് മുഖ്യമന്ത്രി ആര് വേണം എന്നുള്ളതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടാവുന്നത്. പലരും പലർക്കു വേണ്ടിയും വാശിയേറിയ പ്രചരണം നടത്തിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിലുള്ള തർക്ക വിതർക്കങ്ങളുണ്ട്. പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. വാട്സപ്പ് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഹൈക്കമാൻഡ് നോക്കിക്കാണുന്നത് നോബൽ? അരുൺ, കേരളത്തിൽ കോൺഗ്രസും UDF-ഉം അധികാരത്തിൽ വരുമെന്ന് ഉറച്ച വിശ്വാസം തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത്. ഈ സമയത്ത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളെ ഒരു തരത്തിലും ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഹൈക്കമാൻഡിന് അതൃപ്തിയുമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. പ്രത്യേകിച്ച് MLA-മാരുടെ പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുക. സാധാരണഗതിയിൽ എല്ലാ സംസ്ഥാനങ്ങളും അതേ രീതി തന്നെയാണ് പിന്തുടർന്നു വരികയും ചെയ്യുന്നത്. സ്വാഭാവികമായി അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്കും നേതാക്കളുടെ അനുയായികളും കിടക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രതികരണങ്ങളും വന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മുഹമ്മദ് ഷിയാസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരുന്നു. അതോടൊപ്പം തന്നെ M. ലിജുവിന്റെ ഭാഗത്ത് വന്നിരുന്നു. AP അനിൽകുമാർ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായി അത്തരത്തിൽ പ്രതികരണങ്ങൾ വരുമ്പോൾ അത് പല നേതാക്കൾക്കും വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിലവിൽ ഉണ്ടായിരുന്ന കെട്ടുറപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF എന്ന് പറയുന്ന സംവിധാനം വിജയത്തിലേക്ക് വന്നതിൽ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ആ പാർട്ടിക്കകത്തുണ്ടായ കോൺഗ്രസിനകത്തുണ്ടായ കെട്ടുറപ്പാണ് എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ ആ കെട്ടുറപ്പിനെ ബാധിക്കും. അത് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ പോലും ഒരു അവമതിപ്പ് പാർട്ടിക്കെതിരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ പശ്ചാത്തലമൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്താണെങ്കിലും ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങൾ പാടുള്ള നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നു എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. പ്രവർത്തകരടക്കം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന നടപടി പാടില്ല എന്നാണ് വിവരവുമുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഈ പരസ്യ പ്രതികരണം വിലക്കുന്നതും ഹൈക്കമാൻഡ് ആലോചനയിലുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ചർച്ചകളുടെ ആവശ്യമില്ല. അധികാരം വന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ട് മാത്രമായിരിക്കും മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുക. ആ നടപടികൾ ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും കൃത്യമായി കൂടിയാലോചന നടത്തി പൂർത്തിയാക്കും എന്ന വിവരമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്നത്. ദീപാദാസ് മുൻഷിയും കഴിഞ്ഞ ദിവസം ഇതേ നിലപാട് നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അരുൺ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആദ്യം കസേര വരട്ടെ, എന്നിട്ടാകാം കസേര കളി എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്.